വീണ ജോർജിന്റെ പെടലി ഉളുക്കിയ ആ ഒരു ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ വീണ ജോർജ് ഈ വധശ്രമത്തിനെതിരെയായിരുന്നു KSU പ്രവർത്തകർക്ക് കേസ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇനി അത് SIT ആണ് അന്വേഷിക്കാൻ പോകുന്നത്. കേസ് അത്ര അങ്ങ് വെടിപ്പല്ല. ഇനിയിപ്പോൾ SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. തോറ്റിട്ടും ഈ തോൽവി വിട്ട് മാറാത്ത ഗതിയാണല്ലോ വീണ ജോർജിന്റെ അല്ലെ. വീണ്ടും SIT വന്നു കഴിഞ്ഞാൽ എന്തായാലും എങ്ങനെയാണ് ഉളുക്കിയതെന്ന് വീണയ്ക്ക് പറയേണ്ടതായിട്ട് വരും. ആതിര, അത് ഒന്നൊന്നര ഉളുക്കായിരുന്നു കേട്ടോ. ഞാനിത് ലൈവ് കണ്ടതാണ്, പല പ്രാവശ്യം കണ്ടതാണ്. ആരാണ് അവരെ പിടിച്ച് മാറ്റാൻ ശ്രമിക്കുന്നത്, ആരാണ് അവരുടെ മേത്ത് വധശ്രമം നടത്തുന്നതൊക്കെ നമുക്ക് ഒരു ആകാംക്ഷ ഉണ്ടല്ലോ. പ്രത്യേകിച്ചും ഒരു വനിതാ മന്ത്രി, ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു, 16 വർഷം ആങ്കറായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു ധീര വനിതയെ കഴുത്ത് ഉളുക്കുവാനും പെടലി 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 ഉളുക്കുവാനും അതുപോലെ തന്നെ വധശ്രമം നടത്തുവാനും ധീരരായ യോദ്ധാക്കൾ ആരാണെന്നറിയുവാൻ വേണ്ടി ആകാംക്ഷയോടെ പല പ്രാവശ്യം സ്ലോവിലും ഫാസ്റ്റ് ഫോർവേഡിലും പല പ്രാവശ്യം കണ്ടു കേട്ടോ. അപ്പോൾ ഇവർ അതൊക്കെ കഴിഞ്ഞ് ഭയങ്കര ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. കാരണം ആ സമയത്ത് അവർക്കെതിരെ പ്രതിഷേധം ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ട് നല്ല പോലീസ് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. കണ്ണൂരല്ലേ സംഭവം നടന്നത്. അവരിറങ്ങി വരുന്നു, അവരോടൊപ്പം അവരുടെ ഗൺമാനോ PO ആരാന്ന് വെച്ചൊരു ബ്ലാക്ക് ഡ്രസ്സിലുണ്ട്. ഈ KSUവിൻ്റെ കുട്ടികൾ കറുത്ത കൊടി ആണ് കാണിക്കാനായിട്ട് പരിശ്രമിക്കുന്നത്. പോലീസ് അവരുടെ അടുത്തേക്ക് പോലും വരാൻ സമ്മതിക്കുന്നില്ല. നമ്മൾ കാണുന്ന വിഷ്വൽസിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൈയാണ് അവരുടെ മേത്തുള്ളത്. അവരെ മാറ്റുവാനായിട്ട് മാഡം മുമ്പോട്ട് ചാടില്ലെന്നും തടയുന്നുണ്ട്, ഇവിടെ പിടിച്ച് മാറ്റുന്നുണ്ട്, ഷോൾഡറിൽ പിടിച്ച് മുമ്പോട്ട് പോകാൻ സമ്മതിക്കാണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പോലീസുകാരാണ് എന്തെങ്കിലും തരത്തിൽ അവർക്കൊരു പെടലി വിലക്കം ഉണ്ടായിട്ടില്ലെങ്കിൽ അതിന് കാരണം പോലീസ് തന്നെയാണെന്ന് പറയേണ്ടി വരും. ഞാൻ അന്നും പറയുന്ന കാര്യം തന്നെയാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇവരവിടെ വന്ന് ആരാണ് എന്നെ കൊല്ലാൻ വരുന്നത്, നോക്കട്ടെടാ വരട്ടെടാ, അങ്ങനെയൊക്കെ ഒന്ന് ഭയങ്കരമായിട്ട് കേട്ടോ. കാരണം ക്യാമറ ഉണ്ടല്ലോ, ക്യാമറയുടെ മുമ്പിൽ ചാൻസ് റാണി പഴയ മോണാക്റ്റിലൊക്കെ 1ാം സമ്മാനം മേടിച്ച ആളാണ്, ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ആവേശത്തോടും തൻ്റെ ഇടത്തോടും ഒക്കെ നിന്നിങ്ങനെ പ്രസംഗിക്കുകയാണ് ഭയങ്കരമായിട്ട്. ആക്ട് ചെയ്യണമെന്ന് നമുക്ക് പറയാം. അത്രയ്ക്കൊരു ധാർമ്മിക രോഷം കൊള്ളണ്ടയോ, അത്രയ്ക്കധികം ദേഷ്യം വരേണ്ട കാര്യമൊന്നും ആ സമയത്തില്ല. പക്ഷേ ക്യാമറ കണ്ണുകളുടെ മുമ്പിൽ തകർത്ത് അഭിനയിച്ച് അവരിങ്ങനെ ഇങ്ങനെ മദഗജത്തെ പോലെ നടന്ന് നടന്ന് അടുത്ത പ്ലാറ്റ്ഫോമിൽ പോയിരിക്കുന്നു. അപ്പോഴാണ് സീൻ മാറുന്നത്. കട്ട് സീൻ 2 കേട്ടോ. ആദ്യത്തെ സീൻ കഴിഞ്ഞു. കട്ട് സീൻ 2 ഷംസീറിക്ക നമ്മളുടെ ആ സമയത്ത് സ്പീക്കർ വരുന്നു. അദ്ദേഹവും അതേ ട്രെയിനിൽ തന്നെ തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടി ബുക്ക് ചെയ്തിരിക്കുകയാണ്. വീണ മാഡത്തിനെ കണ്ടപ്പോൾ കുശല പ്രശ്നം ചെയ്തപ്പോഴാണ് അദ്ദേഹം ഫോൺ എടുത്ത് വേഗം ഫോൺ ഡയൽ ചെയ്യണം, ആരാന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല, വീണാജിക്ക് കൊടുക്കുന്നു. വീണാജി എഴുന്നേറ്റുന്ന് ഒരു പോലീസ് IPS ഓഫീസറുടെ ചുറുചുറുക്കോടെ "യെസ് സർ" എന്നും പറഞ്ഞ് സല്യൂട്ട് അടിക്കുന്നു, ചാടി എണീറ്റ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയാണ് മറുതലയ്ക്കലുള്ളതെന്ന്. അതോടെ ഒറ്റപ്പെടുത്താണ് കഴുത്തിൽ. പിണറായി വിജയനാണോ അപ്പൊ ഈ ഐഡിയ പറഞ്ഞു കൊടുത്തത്? തീർച്ചയായിട്ടും അതൊരു അവസരമാക്കി മാറ്റിയൊരു വനിതാ മന്ത്രിയെ ആക്രമിച്ചു എന്ന നിലയിലാക്കി. ആരൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ ആക്രമമാണ്. ഓർമ്മയില്ലേ അതിര? പിണറായി പ്ലെയിനിൽ വരുമ്പോൾ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആ എയിൽ കൂടെ നടന്നു വരുന്നു. നടുക്കുള്ള സീറ്റിന് നടുക്കുള്ള വഴിയിൽ കൂടെ നടന്നു വരുമ്പോഴേക്കും ജയരാജൻ അവരെ പിടിച്ച് തള്ളിയിടുന്നു. പക്ഷേ ഇവർ വധിക്കാൻ ശ്രമിച്ചത് പിണറായിയുടെ തൊട്ടടുത്ത് പോലും എത്തിയിട്ടില്ല. അവരെ ജയരാജൻ തള്ളിയിട്ടിട്ട് അവർക്കെതിരെ വധശ്രമ കേസ്. റോഡിൽ നിന്ന് കരിങ്കൊടി കാണിക്കുക, റോഡിൽ കറുത്ത ഡ്രസ്സിട്ട് നടക്കുന്ന ആൾക്കാർക്കെതിരെ വധശ്രമ കേസ്. ഇങ്ങനെ വധശ്രമങ്ങളുടെ ഒരു എന്താ പറയുന്ന ഘോഷയാത്ര തന്നെയായിരുന്നു പിണറായിയുടെ അവസാന കാലഘട്ടത്തിൽ നടന്നത്. പക്ഷേ ഇത് ചീറ്റിപ്പോയി കേട്ടോ. അത് കഴിഞ്ഞ് ഇവരെ കൊണ്ട് സാധാരണ ആൾക്കാരൊക്കെ എത്ര മണിക്കൂറും എത്ര ദിവസം എത്ര ആഴ്ചകളും നിന്നാലാണ് ഒരു ആശുപത്രിയിൽ നമുക്കൊന്ന് കാണാൻ പറ്റിയ പിടലി വേദന എന്നൊക്കെ പറഞ്ഞു തന്നാൽ. ഇവർ ആംബുലൻസ് സൈറനടിച്ച് കൊണ്ടുപോകുന്നു, അവിടെ പോയി കിടത്തുന്നു, ICUവിൽ കയറ്റി കിടത്തുന്നു, പെടലി വേദനയ്ക്ക് ICUവിൽ കയറ്റി കിടത്തുന്നു, കോളർ ഇടുന്നു. ആകെ ആ ആശുപത്രി മുഴുവൻ മാഡം വീണയുടെ പുറകെയാണ്. ആരോഗ്യമന്ത്രിയും കൂടെയാണ് കേട്ടോ ആരോഗ്യമില്ലാണ്ട് വന്നിരിക്കുന്നത്. എന്തായാലും പിറ്റേ ദിവസം അവർ ചെവി അറിയാണ്ട് കാറിൽ തിരിച്ചു വിട്ടു. 4 മണിയായപ്പോ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി എന്നാണ് അതെ, പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ട് ഒരാൾക്ക് അവിടെ നിന്ന് പോകണമെങ്കിൽ അല്ലേ. ആ സ്റ്റാഫ് വരണം, അതിൻ്റെ ഡിസ്ചാർജ് സമ്മറി എഴുതണം, ഡോക്ടർ വരണം, ഒക്കെ വരണം. ഒന്നുമില്ലാണ്ട് അവർ നിന്ന നിപ്പിൽ അവിടെ നിന്ന് വിടുവാണ്. ശരിക്കും പലായനം ചെയ്തു എന്ന് പറയാം അല്ലേ. അങ്ങനെ അവർ ഓടി അവിടെ എത്തി. എന്താ അതിനെ ഈ പറയാൻ? വീണ ജോർജിന്റെ ഭർത്താവിന് അറിയായിരുന്നു ഉം. ഈ, കാരണം ഇതിനൊക്കെ ശേഷം പിന്നീട് ഈ നിയമസഭ ഇലക്ഷൻ വന്നപ്പോ ഭർത്താവായിരുന്നില്ലേ ഈ CPM-നോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നത് ഭാര്യ ഒഴിവാക്കി തരണം, അതെ അതെ. മത്സരിപ്പിക്കരുതെന്ന്. ഉം, ഉം. അപ്പോൾ ഇദ്ദേഹത്തിന് ഇതൊക്കെ അറിയാമായിരുന്നു എന്ന് തോന്നുന്നു. ഭരണം മാറുമെന്നും നിന്നാലും തോറ്റുപോകുന്നും
വീണ്ടും ഈ ഭരണം മാറി വരുമ്പോൾ ഈ ഒരു കേസുകളൊക്കെ വീണ്ടും അന്വേഷിക്കുമെന്ന് ഇതൊക്കെ നേരത്തെ അറിയാമായിരുന്നു തോന്നുന്നു. നേരത്തെ അറിയാം, അദ്ദേഹം മരിയാഹാരം കഴിക്കുന്ന ആളല്ലേ. പിന്നെ മറ്റു വേറൊരു കാര്യം ഉണ്ടായി. വീണയുടെ തിരുവനന്തപുരത്തെ വീടിന് മുമ്പിൽ ഒരു പ്രതിഷേധം നടന്നു. വീണ ഇല്ലാത്ത സമയത്തായിരുന്നു, അവരെന്തോ റീത്ത് കൊണ്ടുപോയി, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ നടത്തി. ഉടനെ അവർ ഓടി ആറന്മുളയിൽ വന്നിട്ട് പറഞ്ഞു, അവരുടെ സ്ഥലത്ത് വന്നിട്ട് പറഞ്ഞു, വീടിരിക്കുന്ന സ്ഥലത്ത്, എനിക്ക് പാർട്ടി പ്രൊട്ടക്ഷൻ തന്നോളൂ, പോലീസൊന്നും പ്രൊട്ടക്ഷൻ വേണ്ട, എനിക്ക് അവിടെ യാതൊരു കുഴപ്പമില്ല, എന്നെ പാർട്ടി ആൾക്കാർ സംരക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് പോലും സംരക്ഷിക്കാൻ പറ്റിയില്ലടാ. 2026 ഇലക്ഷനിൽ 8 നില പൊട്ടി. ഒരു ഇതില്ലാണ്ട് അവർ പൊട്ടി തകർന്ന് തരിപ്പണമായിപ്പോയി. വീണ ജോർജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവരൊട്ടും എഫീഷ്യൻ്റ് ആയിട്ടൊരു മന്ത്രിയായിരുന്നില്ല. എന്ത് പ്രശ്നം നടന്നാലും അവർ ഉടനെ പറയും ഞാനൊരു അന്വേഷണം നടത്തിക്കോളാം. പക്ഷെ അന്വേഷണത്തിനെ തുടർന്ന് എന്ത് നടപടികൾ സ്വീകരിച്ചു, അല്ലെങ്കിൽ അതേ കാര്യം തന്നെ ആവർത്തിക്കാതിരിക്കുവാൻ വേണ്ടി എന്ത് നടപടികൾ സ്വീകരിച്ചു എന്നതിനെക്കുറിച്ച് യാതൊരു തരത്തിലും പിന്നെ പുറം ലോകം അറിയുന്നില്ല, നമ്മളാരും അറിയുന്നില്ല. അതുപോലെ ഇപ്പോൾ ഒരു ന്യൂസ് വന്നിട്ടുണ്ട് ആതിര, 10 വർഷമായിട്ട് ഗോഡൗണിൽ കെട്ടിക്കിടക്കുന്ന മരുന്നുകൾ, കോവിഡിൻ്റെ സമയത്ത് വന്ന പല കാര്യങ്ങളും, മാസ്ക്, PPT കിറ്റ്, അതുപോലെ പല കാര്യങ്ങളും, അല്ലാണ്ടുള്ള മരുന്നുകളും എല്ലാം തന്നെ ഗോഡൗണിൽ കെട്ടിക്കിടക്കുന്നു. ആ സമയത്താണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പുറത്തേക്ക് വന്ന് പറയുന്നത്, ഞങ്ങൾക്കിവിടെ ഓപ്പറേഷൻ ചെയ്യാനും പേഷ്യൻസിന് നോക്കാനും വേണ്ടിയുള്ള മരുന്നുകളില്ല എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കും, നമ്പർ 1 കേരളം എന്നും പറഞ്ഞ് ഓരോ സ്ഥലത്തും കോവിഡിൻ്റെ സമയത്ത് നമ്മൾ തൂങ്ങിക്കിടന്നാണ്, അതായത് തൂങ്ങിക്കിടക്കാന്ന് ബാനറായിട്ട് തൂങ്ങിക്കിടന്ന ഞാൻ കണ്ടിട്ടുണ്ട് പല സ്ഥലത്തും. അല്ല, ഇത് വീണ ജോർജിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയുമായിരിക്കും അത് ശൈലജ ടീച്ചറിന്റെ കാലത്ത് ആയിക്കോട്ടെ കൊണ്ടുവന്ന ആയിക്കോട്ടെ, മരുന്നാണോ. 5 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെയും വന്ന് ചെക്ക് ചെയ്യണ്ടേ. ഇപ്പം 2 മാസമായ ശ്രീ മുരളീധരൻ്റെ മുറത്ത് എന്തൊരു ശിവതാണ്ഡവാണ്. 2 മാസമായിട്ടുള്ള അദ്ദേഹം വന്നിട്ട് അപ്പം തന്നെ ആ മാന്ത്രിക വെടിവെച്ച് മാറ്റി എല്ലാം ശരിയാക്കണം എന്നാണ് പറയുന്നത്. അതല്ലല്ലോ 10 കൊല്ലം എന്ന് പറഞ്ഞാൽ അവർ 10 കൊല്ലം ഇവർ തന്നെയാണ് ഭരിച്ചത്. അത് CPM-ൻ്റെ തന്നെ പോർട്ട്ഫോളിയോയിൽ ഭരിച്ചപ്പോൾ അത് കണ്ടിന്യൂറ്റിയാണ്. നോക്കണ്ടേ, അങ്ങനെ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല കേട്ടോ. അത് ആർഗ്യുമെൻറ്റ് സേക്കിന് വേണ്ടി പറയുകയാണെങ്കിൽ ഇപ്പോൾ ശരിയല്ല, അവർ നോക്കേണ്ട കാര്യമാണ്. SIT-യിലേക്ക് വരികയാണെങ്കിൽ SIT ശരിക്കും പിടിച്ചൊന്ന് കുലുക്കും, അപ്പം ശരിക്കും പെടലി ഒന്ന് കുലുങ്ങുമെന്ന് എവിടെയാണ് തോന്നുന്നു. ഉളുക്കിയത്, ആ അതെ എങ്ങനെയാണ് അതെ, ഉളുക്കിയത്? അത് മാത്രമല്ല കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിൽ വധശ്രമത്തിന് ആസ്പദമായ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. വീണ തന്നെ കൊടുത്ത മൊഴിയിൽ വധശ്രമം എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ അടുത്ത് വന്നു എന്ന് പറഞ്ഞ് ഇവർ കാണിക്കുന്ന ആള് നമ്മൾ സ്ലോ മോഷൻ അല്ലെങ്കിൽ ശരിക്കും നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുണ്ട്, ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇട്ട് അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ അതിട്ട് അവരുടെ തന്നെ PA ആണ് അവരുടെ അടുത്ത് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അത് KSUവിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യുവജന സംഘടനയുടെ പ്രവർത്തകരേ അല്ല. അല്ല, വീണ ജോർജിന് പിഴച്ചോത് ചിലപ്പോൾ ഇവിടെ ആയിരിക്കും. ഇത് റെയിൽവേക്കകത്ത് നടന്നുകൊണ്ട് റെയിൽവേ പോലീസ് ആയിരുന്നു അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കോടതിയിലേക്ക് എത്തുമ്പോൾ വിഷ്വൽസ് ഇല്ലല്ലോ, CCTV വിഷ്വൽസിനകത്തിൽ അടിക്കുന്നതായിട്ടില്ല, ഈ KSU പ്രവർത്തകരെ തൊടുന്നതായിട്ടില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഒരാൾ തൊടാതെ എങ്ങനെയാണ് മറ്റൊരാളുടെ പെടൽ ഉളുക്കുന്നത്? അത് കൊടുക്കാൻ അത്രയ്ക്ക് ഇതായിട്ടില്ല. അവർ ചാടി എണീക്കുന്നു, സല്യൂട്ട് അടിക്കുന്നു, ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ഞരമ്പിന് ഉൾക്ക് വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം. അങ്ങനെയും പറ്റാമല്ലോ, സ്വയമായിട്ടുണ്ടാക്കിയ ഒരു അത്യാഹിതമാണെന്ന് വിചാരിക്കാമല്ലോ. ഒരാൾ സ്വന്തം കൈകൊണ്ടൊരു ബ്ലേഡ് എടുത്ത് മുറിച്ചു, അങ്ങനെ തന്നെയല്ലേ മുറിച്ചു. നമ്മളാരെങ്കിലും പോയി മുറിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയും ചെയ്യാം. അവർ ആ സ്വന്തം ആവേശത്തിലും എക്സൈറ്റ്മെൻറ്റിലും കാണിച്ചപ്പോൾ അങ്ങനെയും വരാം. അതിൽ എനിക്കുണ്ടായിട്ടുണ്ട്. ഈ CPM ഭരിക്കുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ 1 കോടി രൂപയുടെ ഫണ്ട് വന്നു, ഹാഡ്കോൻ്റെ ഫണ്ട്, ഒരു ബിൽഡിംഗ് പണിയാനായിട്ട് എൻ്റെ ഡിവിഷനിൽ. എൻ്റെ ഇതിൽ സാങ്ഷൻ ആക്കില്ല. ഞാൻ ആ കോർപ്പറേഷൻ്റെ മുമ്പിൽ നിന്നിങ്ങനെ ബഹളം കൂട്ടിക്കൊണ്ടെങ്കിൽ തല വല്ലാണ്ട് വരുന്ന പോലെ തോന്നി. ഞാൻ തന്നെ വേഗം ഒരു കാറ് പോലും എടുത്തില്ല, ഓട്ടോറിക്ഷ കയറി മെഡിക്കൽ ട്രസ്റ്റിൽ പോയപ്പോഴാണ് പറഞ്ഞ് ചെറിയ ഹെമറേജ് ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പം എന്നെ ആരും തൊട്ടിട്ടില്ല. എനിക്കുണ്ടായ ആ ഒരു ടെൻഷനിൽ വന്ന ഹെമറേജാണ്. അതുപോലെ ശ്രീമതി വീണയ്ക്കും ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ അതൊരു വലിയ വധശ്രമമൊന്നുമല്ല. കാരണം പിറ്റേ ദിവസം രാവിലെ 4 മണിക്ക് കുടുകുടാ റോഡിൽ കൂടെ, ഞാൻ ഉദ്ദേശിച്ചത് പോർട്ട് ഹോൾസ് ഉള്ള റോഡിൽ കൂടെ കാറിൽ സഞ്ചരിച്ച്, ട്രെയിനിലാണെങ്കിൽ ആൾക്കാർ കാണുമല്ലോ, അപ്പോൾ അതൊക്കെ ഒഴിവാക്കി കാറിൽ തന്നെ പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് യാതൊരു തരത്തിലെ ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. SIT ടീം പറയട്ടെ, ഇവരൊരു ട്രെയിൻഡ് ജേർണലിസ്റ്റ് ആണല്ലോ, എന്തൊക്കെ ഒഴിവുകൾ പറയാൻ പറ്റുമെന്നും അവർ മനസ്സിലാക്കട്ടെ. പക്ഷേ ശ്രീ സതീശൻ ഇപ്പോൾ ചെയ്യുന്നത് കൃത്യമായ കാര്യമാണ്. ഇങ്ങനത്തെ ഫേക്ക് ആയിട്ടുള്ള അലിഗേഷൻസ് അല്ലെങ്കിൽ ഇതുപോലത്തെ കേസുകളിൽ കൃത്യമായ തീരുമാനമെടുക്കാൻ വേണ്ടി SIT-യെ തന്നെ കൊണ്ടുവരുന്നു. അവർ നല്ല ആർജവത്തോടെ കേസുകൾ പരിശോധിക്കുന്നു, കുറ്റക്കാരാണെന്ന് കാണുന്നവരെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുന്നു. ഇനി കള്ളക്കേസ് എടുത്തിട്ടുള്ള ശ്രീമതി
വീണയെ പോലുള്ള ആൾക്കാരെയും നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന് അവർക്ക് അർഹതപ്പെട്ട ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യണം. അതോടുകൂടെ ഈ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകളുടെ ഏകാംഗ നാടക അഭിനയം തീരുകയുള്ളൂ. ശരിയല്ലേ? തീർച്ചയായിട്ടും ഈ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് അതുപോലെ തന്നെ കോടതിയുടെയൊക്കെ വിലപ്പെട്ട സമയം ഇത്തരത്തിൽ കള്ളക്കേസുകളുമായി കൊണ്ട് കളയുന്നതിനൊക്കെ കൃത്യമായിട്ട് നടപടി സ്വീകരിക്കണം. അല്ലെങ്കിൽ പിന്നീടോ ആണെങ്കിലും പിന്നെ 100 മീറ്റർ അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ എന്നെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പെടലി ഉളുക്കി എന്നെ കൊല്ലാൻ അല്ല, ഒരു ശ്രമിച്ചു. മീഡിയയിൽ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ആകെ നമ്മളുടെ ഇത് സീറോ ആയിട്ടോ നെഗറ്റീവായിട്ടോ നിൽക്കുവാണ് ഇമേജ്. ആ സമയത്ത് മീഡിയയിൽ ഒരു ഇത് കിട്ടാൻ എന്നെ വേണ്ടിയിട്ട് കൊല്ലാൻ ശ്രമിച്ചേ. ഹൈപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമയനഷ്ടമാണ്. കോടതിയുടെ, ജനത്തിൻ്റെ, പോലീസിൻ്റെ എല്ലാവരുടെയും സമയനഷ്ടമാണ്. അതിന് അവർക്ക് ഫൈനും കൂടെ കൊടുക്കണം. മറ്റാരും പറയാത്ത വാർത്തകളുമായിട്ട് ഇന്ത്യ ലൈവ് നിങ്ങൾക്കൊപ്പം ഉണ്ട്. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായും ചെയ്യണേ.